ആ ബാലു ഇത് എഴുതിക്കോണം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ സാർ. എഴുതിക്കോളൂ. ഷോ ദാറ്റ് ദ റിലേഷൻ വേണ്ടേ capital R in the set Z of capital Z of integers given by R equal set ordered pair AB such that 2 divides A minus B. 2 divides A minus B. അപ്പൊ ചോദ്യം ഇതാണ്, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ അതെവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇസഡിൽ. ഇസഡ് ആരാണ്? ഇന്റിജർ സെറ്റ്. ഇന്റിജർ സെറ്റിന് അതിൽ ആരൊക്കെ ഉണ്ട്? സീറോയും കൗണ്ടിങ് നമ്പറിന്റെ നെഗറ്റീവും കൂടെ ചേരുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇന്റിജർ സെറ്റ്. ആ ഇന്റിജർ സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷനാണ് ആർ എന്ന് പറയുന്നത്. അതൊരു സെറ്റാണ്. ആ സെറ്റിലെ എലമെന്റുകൾ ഓർഡേർഡ് പെയറാണ്. ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് എ, സെക്കൻഡ് എലമെന്റ് ബി. ഇവർ രണ്ടുപേരും ആരാ? അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആരാണ്? രണ്ട് ഇന്റിജറാണ്. എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? ആദ്യം നമ്മൾ ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റ് കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ എയും ബിയും തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. അടുത്ത വരിയിൽ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇത് എന്ത് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ബാലുവിന് ക്വസ്റ്റ്യൻ കിട്ടിയോ? കിട്ടി സാർ. ഓക്കെ, എഴുതിക്കോളൂ ആൻസർ. ആദ്യം തന്നിരിക്കുന്ന സെറ്റ് എടുത്ത് എഴുതുക. ഗിവൺ സെറ്റ് ഈക്വൽ ഉണ്ടെന്നില്ല. ഗിവൺ സെറ്റ് ഇസഡ് ഈക്വൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. കുറച്ചും കൂടി വിശദമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. സെറ്റ് എക്സെട്ര -3 -2 -1 0 1 2 3 എക്സെട്ര. ഇതല്ലേ ഇന്റീജർ സെറ്റ് എന്ന് പറയുന്നത്? എഴുതിയോ? അടുത്ത വരിയിൽ എഴുതില്ല. അടുത്ത വരിയിൽ ഗിവൺ റിലേഷൻ ഈക്വൽ ഏതാ തന്നിരിക്കുന്ന റിലേഷൻ? ആർ ഈക്വൽ കൂടെ കിടപ്പുണ്ട് സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് ഇനി പേനകത്തൊക്കെ ശ്രദ്ധിക്കും. ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ റിഫ്ലക്സീവ് ആണോ നോക്കണം. എഴുതുക. 1 റിഫ്ലക്സീവ്. എങ്ങനെയാണ് ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണോ നോക്കുന്നത്? തന്നിരിക്കുന്ന സെറ്റായ ഇസഡിലെ ഏതൊരു എലമെന്റിനെ എടുത്താലും അതിനോട് തന്നെ എന്തുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ, തിയറട്ടിക്കലി പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എ എവിടുണ്ടോ എന്ന് പരിശോധിക്കണം. റിലേഷൻ. അപ്പൊ ഈ കണ്ടീഷൻ അനുസരിച്ച് ഓർഡേർഡ് പെയർ എ എപ്പോഴാണ് റിലേഷനകത്ത് വരുന്നത്? ഇതാണ് റിലേഷനകത്ത് വരാനുള്ള കണ്ടീഷൻ. ഈ കണ്ടീഷൻ അനുസരിച്ച് ഓർഡേർഡ് പെയർ എ
എപ്പോഴാണ് റിലേഷൻ അകത്ത് വരുന്നത്? ഇവിടെ ഇതല്ലേ റിലേഷൻ അകത്ത് വരാനുള്ള കണ്ടീഷൻ. അതനുസരിച്ച് ഓടയുടെ പെയർ എ എ എപ്പോഴാണ് റിലേഷൻ അകത്ത് വരുന്നത്? എയിൽ നിന്ന് ബി കുറയ്ക്കുന്നതിന് പകരം എയിൽ നിന്ന് എ കുറയ്ക്കണം. എയിൽ നിന്ന് എ കുറച്ചാൽ എന്തോ കിട്ടും? 0. ഈ 0യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. 2 ഡിവൈഡ്സ് 0. അപ്പൊ അതിന്റെ അർത്ഥം ഓടയുടെ പെയർ എ എ എവിടെ ഉണ്ട്? റിലേഷനകത്തുണ്ട്. വിച്ച് ഇംപ്ലൈസ് ആർ ഈസ് റിഫ്ലക്സീവ്. ഇപ്പൊ കാര്യം ഇവിടെ കിട്ടിയോ? ഒന്നുകൂടെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? റിലേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. സെറ്റിലെ എലമെന്റുകൾ ഓടയുടെ പെയറാണ്. ഓടയുടെ പെയറിലെ ഫസ്റ്റ് എലമെന്റ് എ, സെക്കൻഡ് എലമെന്റ് ബി. എപ്പോഴാണ് അവർ തമ്മിൽ റിലേഷൻ ഉണ്ടാകുന്നത്? ഫസ്റ്റ് എലമെന്റിൽ നിന്ന് സെക്കൻഡ് എലമെന്റ് കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചാൽ അവർ തമ്മിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. അടുത്ത കണ്ടീഷൻ റിഫ്ലക്സീവ്. എങ്ങനെ റിഫ്ലക്സീവ് ആണെന്ന് പരിശോധിക്കുന്നത്? തന്നിരിക്കുന്ന സെറ്റിലെ ഏതൊരു എലമെന്റിനെ എടുത്താലും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടോ നോക്കണം. അതായത് ഓടയുടെ പെയർ എ എ റിലേഷൻ അകത്തുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കണമെങ്കിൽ എയിൽ നിന്ന് എ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം നമ്മൾ നോക്കി. അതെത്ര? ഈ 0യെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഓടയുടെ പെയർ എ എ എവിടെ ഉണ്ട്? റിലേഷൻ അകത്ത് ഉണ്ട്. ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ്. എഴുതിയാട്ടെ. ബോർഡെ കിടക്കുന്ന പോലെ അങ്ങ് എഴുതിയാൽ മതി. ബാലു, ആദ്യത്തെ പാർട്ടോട് കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ. നമ്മളിത് കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ എലമെന്റുകൾ എഴുതി നോക്കിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആണോ? തൊട്ടുമുമ്പത്തെ കണക്കിനകത്ത് നമ്മൾ എലമെന്റ് വെച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങനെ പറയാം. വലിയ എലമെന്റ് ആയതുകൊണ്ടല്ല. ഇവിടുത്തെ സെറ്റ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാ. അപ്പൊ അവിടുത്തെ എല്ലാ എലമെന്റും എടുത്തു വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ഉത്തരം പറയാൻ പറ്റത്തില്ല. അത്തരം പ്രോബ്ലങ്ങളിൽ നമ്മൾ ഇങ്ങനെ ജനറൽ ആയിട്ട് വേണം ഇത് എന്ത് ചെയ്യാനായിട്ട്? പ്രൂവ് ചെയ്യാൻ. അപ്പൊ 2 എന്ന് നമ്പർ ഇടും. എന്താണ് രണ്ടാമത്തെ ഹെഡിങ്? എഴുതുക സിമെട്രിക്. എന്റെ കൂടെ എഴുതിക്കോണം കേട്ടോ. എന്താണ് സിമെട്രിക്കിന്റെ കണ്ടീഷൻ? എക്ക് ബിയോട് റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടുത്തെ ഭാഷയെ പറഞ്ഞാൽ ഓടയുടെ പെയർ എ ബി എവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എഴുതുക ഓടയുടെ പെയർ എ ബി എലമെന്റ് ഓഫ് ആർ. അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഒരു ബാക്കി കിടപ്പുണ്ട് കണ്ടീഷൻ. എ മൈനസ് ബി എ 2 കൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ഇനി ഓൾസോ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. 6ൽ നിന്ന് 2 കുറച്ചാൽ ഉത്തരം എത്ര കിട്ടും? 4. ഈ 4നെ നിങ്ങൾക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഓർഡർ ഒന്ന് തിരിച്ച് 2ൽ നിന്ന് 6 കുറയ്ക്കാം. ഉത്തരം ഈ -4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി അത് ഇവിടോട്ടെന്ന് പറഞ്ഞാൽ which implies 2 divides b minus a. അപ്പൊ തിരിച്ചു പറഞ്ഞു, ഈ ഓടയുടെ പെയർ എ ബി റിലേഷൻ അകത്ത് വരുമ്പോഴാണ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ച് 2 ഡിവൈഡ്സ് ബി മൈനസ് എ അതിന്റെ അർത്ഥം വിച്ച് ഇംപ്ലൈസ് ഓടയുടെ പെയർ ബി കോമ എ എലമെന്റ് ഓഫ് എ ബി റിലേഷൻ അകത്തുണ്ടെന്ന് വിചാരിച്ച നമുക്ക് ബി എയും എവിടെ ഉണ്ടെന്ന് കിട്ടി? റിലേഷനകത്ത് നമ്മൾ കിട്ടി. വിച്ച് ഇംപ്ലൈസ് ആർ ഈസ് സിമെട്രിക്. ബാലു, സിമെട്രിക് ഇവിടെ കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ. സിമെട്രിക് ആരെങ്കിലും ഇനി എഴുതാനുണ്ടോ? ആ സൈഡിൽ എഴുതിയിട്ടേക്കുന്ന നമ്പർ എക്സാമ്പിളോട് എഴുതിയിട്ടാൽ
അടുത്ത വർഷം മാർച്ചിലൊക്കെ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ എന്തെങ്കിലും കത്താത്തതുണ്ടെങ്കിൽ ആ എക്സാമ്പിളിൽ നമുക്ക് കാര്യം പിടികിട്ടിക്കും. കഴിഞ്ഞോ ഐശ്വര്യ പ്രകാശ് കഴിഞ്ഞോ? ആ ഇനി മൂന്നാമത്തെ എന്തോ പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ എഴുതുക 3 എന്ന് നമ്പർ ഇട്ടിട്ട് ട്രാൻസിറ്റീവ്. 3 എന്ന് നമ്പർ ഇട്ടിട്ട് ട്രാൻസിറ്റീവ്. എപ്പോഴാണ് ഒരു റിലേഷൻ നമ്മൾ ട്രാൻസിറ്റീവ് ആന്ന് പറയുന്നത്? അപ്പൊ എഴുതുക ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് അങ്ങനെ വിചാരിക്കണമെങ്കിൽ 2 ഡിവൈഡ്സ് എ മൈനസ് ബി. കുഴപ്പമില്ലല്ലോ. അടുത്ത പറഞ്ഞ അടുത്തേ ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ഓഫ് ആർ അങ്ങനെ വിചാരിക്കണമെങ്കിൽ വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ്. ഇനി 1 മിനിറ്റ്, ഇനിയാണ് ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഇനി ആരോ റിലേഷൻ അകത്തുണ്ടോ എന്ന് നോക്കണം. എ സി ആരുണ്ടോ നോക്കണം. ഈ എ സി റിലേഷൻ അകത്ത് എപ്പോഴാണ് വരുന്നത്? അതുകൊള്ളു എയിൽ നിന്ന് സി കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെ അതില് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പറ്റൂ? എയിൽ നിന്ന് ബി കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബിയിൽ നിന്ന് സി കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതേ ഇപ്പൊ നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്യണം എയിൽ നിന്ന് സി കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യണം? അല്ല അതങ്ങ് എഴുതി വെക്കുമല്ല. എഴുതി വെക്കാൻ പിന്നെ ഇത്ര ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ പ്രൂവ് ചെയ്യും? എയിൽ നിന്ന് സി കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ തന്നെ നടപ്പം മിക്കാറും ഇത് ഇവിടെ വരും. ഇല്ല, വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ നോക്കൂ, എ മൈനസ് സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നല്ലേ തെളിയിക്കേണ്ടത്. ഈ എ മൈനസ് സിയെ ഞാൻ ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ആണോ? ശരിയോ തെറ്റോ? മൈനസ് ബിയും പ്ലസ് ബിയും കൂടെ വെട്ടിപ്പോയാൽ ഇത് എ മൈനസ് സി ആയിട്ട് മാറും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പറ്റത്തില്ല? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനാണെങ്കിൽ അവരുടെ 2 പേരുടെയും കൂടെ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 + 4 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യരുതോ? അപ്പൊ വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് വിച്ച് ഇംപ്ലൈസ് R is ട്രാൻസിറ്റീവ്. അതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് എഴുതേണ്ടത് ഓർഡേർഡ് പെയർ എ സി എലമെന്റ് ഓഫ് ആർ വിച്ച് ഇംപ്ലൈസ് അടുത്ത വരിയിൽ R is ട്രാൻസിറ്റീവ്. ബാലു പിടി കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ. എന്തുവാ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ? ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് ചോദ്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ്. അപ്പൊ അടുത്തൊരു വിച്ച് ഇംപ്ലൈസ് R is an equivalence relation. R is an equivalence relation.